ഹേ ഗൈസ്, കുറെ ആയില്ലേ ഇന്നത്തെ എൻ്റെ ഒരു ഡേ കാണിക്കാവേ. രാവിലെ എനിക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് സ്നേഹമൊക്കെ കിട്ടി. ആരും ഇതുകൊണ്ട് തെറ്റിയിരിക്കണം കേട്ടോ, ഞങ്ങളിവിടെ ഇങ്ങനെയാ സ്നേഹിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു പെണ്ണിന്റെ ധൈര്യം എന്താണെന്നറിയാമോ? അവളിന്റെ കൂടെ ഒരാളുള്ളതാ. അതേടാ, ഞാൻ മഞ്ജുന്റെ പെണ്ണാണ്. ഇനി വേറൊരു മഞ്ജുന്റെ പെണ്ണിനെ കാണിച്ചു തരാം. കല്യാണം ഉണ്ടോ? ഈ വർഷം കാണും. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ വാസുണ്ട്. തണുപ്പ് വന്നാലും ചൂട് വന്നാലും തല മുട്ടയടിക്കും. നീ കൊള്ളാമല്ലോടി പെണ്ണേ. കണ്ടില്ലേ ആള് മറ്റേ ആളെ സ്നേഹിക്കുന്നത്. എനിക്കാണ് വയ്യത്തിന് ഞാനവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് പണിയെടുക്കാം ഗൈസ്, അതിനല്ലേ നമ്മൾ വന്നത്. ഡ്യൂട്ടിക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ. പിന്നെ എങ്ങനെ എടുത്തെന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ. ഈ നേഴ്സ് ലൈഫിൽ ഞാൻ അച്ചീവ് ചെയ്ത ഒരു കാര്യമുള്ളൂ കേട്ടോ, എന്റെ നെറ്റ് കയറുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ കുട്ടി ഉള്ള ലഞ്ച് ബോക്സ് കാണാതെ പോയി നിന്ന് കരയവാ. കണ്ടില്ലേ ഈ ചെറിയ കാര്യത്തിന് കരയുന്ന കുട്ടികളുമായിട്ട് കൂട്ടുകൂടിയാണ് ഞാൻ ഇത്ര പഞ്ചോവായത്. പിന്നെ ഞാൻ കുട്ടിക്കാലത്ത് പഠിക്കാത്ത കുറെ പോർഷനൊക്കെ ഇപ്പൊ ഇരുന്ന് പഠിക്കുക കേട്ടോ. പിന്നെ എനിക്ക് വിശന്നപ്പോൾ ഒരു പഴം എടുത്ത് കഴിച്ചു കേട്ടോ. നമ്മുടെ ജോലി സ്ഥലത്തല്ലേ എവിടെയാണെങ്കിലും ഫുഡ് എന്ന് പറയുന്നത് മുഖ്യം. ഇതിനിടയിൽ പേഷ്യൻസ് വന്നു പോകുന്നുണ്ട് കേട്ടോ. ഞാൻ അവരെ മൈൻഡ് ചെയ്യാതെ എസ്തെറ്റിക് ആയിട്ട് പഴം കഴിച്ചോണ്ടിരിക്കും. ഈ നട്സ് എന്റെ ഫ്രണ്ട് കൊണ്ടുവന്നു കേട്ടോ. ഇവനാണ് ഓൾ കേരള സിംഗിൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. സിംഗിളായ പെൺകുട്ടികൾക്ക് മുൻഗണന ഇല്ല, ഓടി രക്ഷപ്പെടുക. ഈ നിഷ്കളങ്കത നോട്ട് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പേഷ്യൻസിനെ ഇറക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ അച്ഛന്റെ കാലം കഴിയുമ്പോഴേക്ക് കയറിയിരുന്നത്. രണ്ടും ഇന്റർവേറ്റ് ആയതുകൊണ്ട് മിണ്ടാതെ ഇവിടെ ഇറങ്ങണം പോലും പറയാതെ എങ്ങോട്ടും ഞങ്ങൾ പോകും. ഈ രണ്ടെണ്ണത്തിന് ചുണ്ട് മുറുക്കി തുപ്പിയതല്ല കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ട്രൈ ചെയ്തയാ, ഫ്ലോപ്പ് ആയി പോയി. നമ്മളിനി ആരെയും ഫോളോ ചെയ്ത് പോവല്ല കേട്ടോ. നേരായ വഴിയിലൂടെ പോകാൻ തീരുമാനിച്ചു കേട്ടോ. ഇനി എന്റെ ക്ലാസ്സിലെ റൈഡർ പാണ്ഡ്യമ്മ കാണിച്ചു. ഇന്നത്തെ എന്റെ കൂട്ടുകാരെ മൊത്തം വിറ്റ് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത കണ്ടന്റുമായിട്ട് വരാം. ടാറ്റ ബൈ.